ഇതിലേക്ക് ഞാനൊരു കോട്ടൺ സാരി ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ല ട്രഡീഷണൽ വർക്കാണ്. ത്രെഡ് വർക്ക് കണ്ട മുന്താണി കണ്ടോ. ഇതിന് ഇച്ചിരി ഇതുപോലെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട്, മുന്താണിക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ബംഗാളി കോട്ടന്റെ ഒക്കെ ഒരു ടൈപ്പ്. പക്ഷെ അത്രയും കട്ടിയില്ല. തുണി നല്ല സോഫ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല സുഖമാണ്. ഇതിനൊരു 1000 വില, ഒരു 1000 രൂപയുടെ അടുത്തൊക്കെ വില വരും. 800 മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. അപ്പൊ എല്ലാ കടകളിലും ലഭ്യമാണ്. ഇത് ഒത്തിരി പഴയതാണ്, പക്ഷെ ഇപ്പോഴും ഉടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതിന് ഞാൻ ചേരുന്ന ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ഇതിനെടുത്തതാണ് കേട്ടോ. കോട്ടൺ സാരിക്ക് 2x2 ബ്ലൗസ് തന്നെയാണ് ഇപ്പോഴും നല്ലത്. ഇന്ന് ഞാൻ 2 ടിപ്സ് മാത്രം സാരി എടുക്കുന്നവർക്ക് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പ്ലീറ്റ് ഇട്ട് സാരി എടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കണ്ടോ. ഇതിപ്പോ നമുക്ക് പ്രത്യേക ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സൈഡ് വയറുള്ളവർക്കൊക്കെ ഈ സൈഡ് കാണുന്നുള്ളൊരു പേടിയാണ് എപ്പോഴും, അല്ലെ? അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. നമ്മുടെ ഈ രണ്ടാമത്തെ ഞെറി ഉണ്ടല്ലോ, രണ്ടാമത്തെ ഈ ഇതിന് താഴെ ഉണ്ടാവുന്നത്, അതിങ്ങനെ പരമാവധി നമ്മൾ ഇതുപോലെ ഇറക്കി തന്നെ നിരത്തി വെക്കുമ്പോൾ തന്നെ ഇത് കവർ ചെയ്ത് പോകും. പിന്നെ നമ്മുടെ ഈ ഒരു ഞെറി എടുത്ത് നമ്മുടെ ഈ ഒരു കരയുണ്ടല്ലോ, കര ഭാഗത്ത് പിൻ ചെയ്ത് വെക്കാം. അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിൻ ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഇറക്കമുള്ള ബ്ലൗസ് ആണെങ്കിൽ ഇത് എവിടെയും കൂടി ഒരു പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഇഴുകി പോവില്ല. ചില സാരികൾ ഇഴുകി പോകും. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സാരിമേ അഭംഗിയില്ലാത്ത രീതിയിൽ ചിലവരുണ്ട് ഇങ്ങനെ എല്ലാം കെട്ടിപ്പൂട്ടി വെച്ച് നല്ല ഒതുക്കിയൊക്കെ വെച്ച് പോകുന്ന പോലത്തെ, അതൊരു പ്രത്യേക ഭംഗിയില്ല. ഇതുപോലെ കാണാവുന്ന രീതിയിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ഇത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഞെറി ഉണ്ടല്ലോ, ഇത് എപ്പോഴും ഇഴുകി പോകുന്ന പോലെ ഇങ്ങനെ ഇറക്കിയിടുന്ന ഒരു ടൈപ്പ് ആളുകളുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർ ഇട്ടോ, അതിനൊരു തടസ്സമില്ല. എങ്കിലും നമുക്കിത് നല്ല രീതിയിൽ ഇരിക്കണമെങ്കിലേ ഈ ഒരു ഞെറി മാത്രം ഞാനിവിടെ പിൻ ചെയ്ത് ഇത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു കാരണവശാൽ ഇങ്ങനെ ഇഴുകി പോകില്ല. അത് കഴിഞ്ഞ് ഈ വരുന്ന ചെറികളെല്ലാം മുകളിലേക്ക് പരമാവധി കയറ്റി വെക്കാതെ ഇവിടെ തന്നെ നിരത്തി ഇങ്ങനെ നല്ല കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിച്ച് ഈ ഒരു ഞെറിയുടെ കൈ ഈ ഞെറിമേന്ന് വിടരുത്. ഇത് വിട്ടുപോയാൽ പിന്നെ എല്ലാം ഇഴുകി പോകും. അപ്പൊ അത് വിടാതെ തന്നെ പിൻ ചെയ്ത് നമ്മൾ ഇതുപോലെ ഒതുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒന്ന് ഉറപ്പിക്കാം. അപ്പൊ ചെറിയ ഞെറിയിട്ടാലും നമുക്ക് സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഈ ഒരു ടിപ്പ് മാത്രം ഇന്ന് പറയാൻ കേട്ടോ. സാരി ഉടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഭംഗിയായിട്ട് സാരി ഉടുക്കണേ എന്നാ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അതുപോലെ ഇതൊരു നല്ലൊരു കോട്ടൺ സാരിയാണ്. അപ്പൊ ഈ ഒരു ആഷ് കളർ സാരി ഏത് നിറമുള്ളവർക്കും ചേരും കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.